Hey guys, welcome back to another vlog. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ രാത്രിയായി. ഇന്നത്തെ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നുമല്ല, ജസ്റ്റ് ഒരു നൈറ്റ് വാക്ക്. ലൈറ്റായിട്ട് മഴ പെയ്യുന്നുണ്ട്, പിന്നെ നല്ലൊരു ഫുഡ് അടിക്കണം. അപ്പോൾ ഇവിടെ ഒരു കേരള ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കേരള ഹോട്ടലിൻ്റെ പേരുന്നത് വിക്രമം. നല്ല നൈറ്റ് ഫുഡ് മാത്രം നമ്മൾ കേരള ഹോട്ടലിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ലൈറ്റായിട്ട് ഫുഡ് അടിക്കണം. അങ്ങനെ മെയിനായിട്ട് നോക്കുന്ന സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ തപ്പി ഇറങ്ങിയത്. പക്ഷെ ഒന്നും അത്ര ഒരു ഉദ്ദേശിച്ച പോലെ കാണാനുമില്ല. നോക്കാം. അപ്പോൾ തൽക്കാലം നമുക്കെല്ലാം ഫുഡ് അടിക്കാം. കേരള ഹോട്ടലിൽ പോയി നോക്കാം എന്താ അവസ്ഥ. ഓക്കെ, ഉള്ളേഴ്സ് പോകുന്നുണ്ട്. ഹോട്ടൽ വിക്രമം. മഴ ആണെങ്കിൽ കൂടി, ലൈറ്റായിട്ടൊരു മഴ ഉണ്ടായത്. ഇപ്പം മഴ വെള്ളം കൂടി. വിക്രം റെസ്റ്റോറൻറ്റ് ഇതല്ലേ നോക്കാം. ഐറ്റംസ് ഉണ്ട്. ഓർഡർ ചെയ്തേ ഓണിയൻ ദോശ. ഊത്തപ്പല്ലോ, ലൈറ്റായിട്ട് ഇവിടെ നിന്ന് അടിക്കാമല്ലേ, ടേസ്റ്റ് നോക്കാൻ ഉണ്ട്. ഇത് ബാക്കി നമുക്ക് വേറെ പോകുന്ന വഴിക്ക് നോക്കാം. പെരുമാറ്റല്ലേ മൂപ്പർക്ക് തീരെ താല്പര്യമില്ല. അല്ല, ഞാനവിടുന്ന് 2 പ്രാവശ്യം ചോദിച്ചു. മൂപ്പര് ഭയങ്കര ഒരു ഇടങ്ങേറ് പോലെ. ഇപ്പൊ നീ ചോദിച്ചപ്പോഴും പറയില്ല. ചപ്പാത്തി വേണോ? അപ്പുറത്ത് ബാക്കി നോക്കാം. ഇത് ശരിയില്ല. ഇത് മലയാളി ഹോട്ടലാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മലയാളി ഹോട്ടലാണ്. മലയാളികളുടെ ഒരു സ്വഭാവവും ഇല്ല, എല്ലാം തമിഴന്മാരാ. മുതലാളി എടുക്കുന്നുണ്ടാവും. ഞാൻ ദോശ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് സ്വഭാവം മാറി. അത് പറഞ്ഞ ഞാൻ ദോശ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് സ്വഭാവം മാറി. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. നീ ഇപ്പോൾ ചോദിച്ചപ്പോൾ പിന്നെ മൂപ്പര് ഒരുമാതിരി പറഞ്ഞ മൂപ്പർക്ക് ദോശയായിട്ട് എന്തോ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒളിച്ചേക്കുന്നുണ്ട് വലത്തെ ഭാഗത്ത് മനുഷ്യൻ. ഞാൻ റേറ്റിന് എടുക്കട്ടെ ഫുള്ള്. ചിക്കൻ ബിരിയാണി, ഈ റോസ്റ്റ് ആകെയാ. എന്താണ് ഓണിയൻ ദോശ? ഓണിയൻ ദോശ എന്നാ ഫറൂഖ് ഈ ദോശ ടേസ്റ്റ് വന്നു. നല്ലയാ? സാമ്പാർ നൈസാ, ചട്നി നൈസാ, അടിപൊളി. പൈസ ടേസ്റ്റ് നോക്ക് പറ. ഇത് കേൾക്കുന്ന സംറി ശരിയാണോ? കേസുണ്ടോ? വേനുണ്ട് ചട്നി പൈസ എത്ര കൊടുക്കാം? 8 ഓ ഫാറ് 8 കൊടുക്കണമെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കുമല്ലോ. ഞാൻ ടേസ്റ്റ് നോക്കാം. ചട്നി നല്ല സെയിം തന്നെ, രണ്ടും തന്നെ. നല്ല സാമ്പാർ കേട്ടോ. ചട്നി സൂപ്പർ. പണിക്കാരെ പോലെയല്ല, പണിക്കാരെ മാറ്റമായി. ഫുഡ് നമ്മൾ സൂപ്പറാണ്. അടിപൊളി. കടലക്കറിയാ അടിപൊളി. സാമ്പാറിന് കടലുണ്ടാവും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ കഴിക്കട്ടെ. ഫുഡ് രണ്ടും അടിപൊളി അടിപൊളി. Received Paytm payment of 150 rupees. Wow, let's rock. ഇങ്ങോട്ട് വന്നേ. കുഴപ്പമില്ലല്ലോ. ഇല്ല, ആ ടേസ്റ്റിലുണ്ട്.
ഗ്യാസ് പ്രശ്നത്തിന് ജീരകം ബെസ്റ്റ്. ഓക്കെ, നമ്മൾ അടുത്തൊരു ഫുഡ് ഹണ്ടിലേക്ക് പോവാം. നമ്മളൊരു വെജിലാണ് തുടങ്ങിയത്, ദോശ. ഇനി വേറെ എന്താ കിട്ടാൻ നോക്കാം. നമ്മൾ ഈ ഗല്ലിയല്ല റോഡിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. ഇതാണ് നമ്മളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നോക്കിയ കട. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. ഇതിലോട്ടാണ് നമ്മളെ റൂമിലേക്ക് പോകേണ്ടത്. അയ്യോ, നമ്മളിവിടെ നടക്കുന്നുണ്ട്. ജംറനും ഫറൂം നടന്നങ്ങ് എത്തി. നല്ല സ്ലോലി നടക്കും, കാരണം ഫുള്ള് ക്രോക്സ് ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കി കടന്നിട്ടില്ലെങ്കിൽ ഞാൻ ബാക്ക് അടിച്ച് പോകലായിരിക്കും ഉണ്ടാവുക. കാരണം ഗൈസ്, ചെന്നൈ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല നല്ല ഓർമ്മകളായി. കാരണം വലിയ ചൂട് കാര്യങ്ങളൊന്നുമില്ല. മഴ ഉണ്ടെങ്കിൽ വൈകുന്നേരം ആ സമയത്ത് മഴ പെയ്ത് അത് ഓവറായിട്ട് അങ്ങനെ എടുങ്ങേറാക്കാതെ നല്ല അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാത്ത നല്ല മഴയും, ഇപ്പോൾ രാത്രി നടക്കാനുള്ള നല്ല കാറ്റ്, അതുപോലെ ലൈറ്റായിട്ട് മഴ. ഇത് മൊത്തത്തിൽ ചെന്നൈ ആലോചിക്കുമ്പോൾ നല്ല കുറച്ച് മെമ്മറീസാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി ബാക്കി എന്താ പരിപാടി നോക്കട്ടെ. അവിടെ ഫുഡിൻ്റെയോ എന്താ കിട്ടുക നോക്കിയിട്ട് വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതാണ്. നൈറ്റ് ലൈഫ് ഇൻ ചെന്നൈ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. ചെന്നൈയിൽ പിന്നെ പല സ്ഥലങ്ങളുണ്ട് പോകാൻ. നമ്മുടെ ടെക്കീസിൻ്റെ ഏരിയയിലാണെങ്കിൽ അത് വേറെ സ്ഥലത്താണ്. ഇപ്പോൾ എൻ്റെ വൈഫ് ഫറു വർക്ക് ചെയ്ത എച്ചിയിലാണെങ്കിൽ ഷൊലിക്കിനുള്ളൊരു ഓരോ ഭാഗത്താണ്. നമ്മൾ ഈ ഒരു രാവിലെ വന്ന് മനസ്സിലായി ടോയ്ലറ്റ്. ഓക്കെ, ഇപ്പോൾ ഫറുവിൻ്റെ നമ്മൾ രാവിലെ വന്ന് ഇപ്പോൾ ഈവനിങ് നമ്മൾ വേറെ നമുക്ക് സ്ഥലത്തേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ആ ടൈമിൽ പറ്റുന്നിടത്തോളം സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഫുഡ് സ്പോട്ട് കാര്യങ്ങൾ അധികമൊന്നും വ്ളോഗിൽ ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല ബിരിയാണിയൊക്കെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി സ്പോട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ലെഫ്റ്റിൽ. അപ്പോൾ നമ്മൾ ഇതാ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ തന്നെയാണ് നമ്മൾ റൂം കൊടുത്തത്. സുഖമായി. ഇപ്പോൾ രാത്രി 10 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് വ്ളോഗിൽ ആഡ് ചെയ്യാം. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറാണ് ഗൈസ്. ഇവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഗൈസ്, എയർപോർട്ടിൽ വന്ന പോലെ ഉണ്ട് ഗൈസ്. മരണത്തിരക്ക് ഓ, VR ഗെയിംസ് കമ്മിങ് സൂൺ. അടിപൊളി. സ്റ്റാർ. എന്തിനോളം എഗ് റോൾ എഗ് റോളിന് 40 റുപ്യ. ചിക്കൻ റോൾ 20 റുപ്യക്ക് വാങ്ങാൻ നമ്മൾ എഗ് റോൾ 40 റുപ്യ. പൈസൻ്റെ വശം വേണ്ട. നീ എന്നോ ഞാനൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം മസാല ഉണ്ടാവില്ല. വരെയൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും ആയിരിക്കില്ല.